ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസ്പെക്ടസ് ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഇൻകോർപ്പറേഷനാണ്. മൂന്നാമത്തെ ചാപ്റ്റർ PAS എന്ന് പറയും, പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പൊതുവേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ചില കുട്ടികൾക്ക് ഇത് കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ട്. ടഫായിട്ട് തോന്നുന്നവർക്ക് എൻ്റെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ ക്വിക്ക് റിവിഷൻ ക്ലാസ് ഉണ്ട്, മലയാളത്തിൽ നോക്കിയാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്യാം. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്? ഇതിൻ്റെ ഒരു റേഞ്ച് 23 മുതൽ 42 കിടക്കുന്നത്. കമ്പനീസ് ആക്ട് 2013 23 to 42 ആണ് ഇതിൻ്റെ റേഞ്ച്. കമ്പാരിറ്റീവ്ലി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നല്ലതിൽ തറവായിട്ട് പഠിക്കാം. നമുക്ക് തുടങ്ങാം. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷൻ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പനീസ് ആക്ട് 2013 ആദ്യത്തെ സെക്ഷൻ 23. ഇതിലാണ് പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിക്ക് ഏതൊക്കെ സോഴ്സ് വഴിയെ പബ്ലിക് ഇഷ്യൂ നടത്താം, ഏതൊക്കെ സോഴ്സ് വഴിയെ ക്യാപിറ്റൽ ഓഗ്മെൻറ്റ് ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 23. ഇതിലും 2020 അമെൻമെൻറ്റ് ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ അത് നിങ്ങൾക്കിപ്പോൾ ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം ഇല്ല. ഇതാണ് ഓപ്പണിംഗ് സെക്ഷൻ 23. 26 കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ്. കാടുകയറി പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും എവിടെയെങ്കിലും ഡേറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻസിൻ്റെ എന്തെങ്കിലും അംശങ്ങളെക്കുറിച്ചൊരു ചോദ്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് 26. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 സെക്ഷനാണ് 31 32. 31 ഡീൽ ചെയ്യുന്നത് ഷെൽഫ് പ്രോസ്പെക്ടസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചില കമ്പനികൾക്ക് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസ്പെക്ടസ് ആണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ഒരിക്കൽ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ ആ പ്രോസ്പെക്ടസിൻ്റെ കാലാവധി തീരുന്നത് വരെ മറ്റൊരു പബ്ലിക് ഇഷ്യൂ വരുമ്പോൾ, മറ്റൊരു ഫർദർ ഇഷ്യൂ വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് കിട്ടത്തില്ല. ആയതിനാൽ ആദ്യം തരുന്ന ഈ പ്രോസ്പെക്ടസിന് ഷെൽഫിൽ വെച്ചേക്കണം, കളയരുത് എന്ന് പറയുന്ന പ്രോസ്പെക്ടസ് ആണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. നിങ്ങൾക്ക് സെക്ഷൻ 31 അത് ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ 32 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RHP റിംഗ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ഓഫ് ഷെയർ ഇഷ്യൂ. അതിൻ്റെ അകത്ത് ഫയൽ ചെയ്യേണ്ട പ്രോസ്പെക്ടസിൻ്റെ പേരാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എങ്കിലും ഹെറിംഗ് എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ്, റെഡ് എന്ന് വെച്ചാൽ ചുവപ്പ്. ഈ പ്രോസ്പെക്ടസിൻ്റെ ഫ്രണ്ട് പേജ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രിൻ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞ് ചുവപ്പ് കളറിൽ എഴുതി വെക്കണം. അതാണ് ഇതിന് റെഡ് എന്ന് വിളിക്കാൻ കാര്യം, അലർട്ട് അല്ലേ. അതുകൊണ്ട് ഹെറിംഗ് എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ്. ഈ നമ്പർ ഓഫ് ഷെയർസ് ഇല്ല, പെർ വാല്യൂയുടെ ഷെയറും ഇല്ല. നേരെ മറിച്ച് ടോട്ടൽ എത്ര ക്യാപിറ്റലാണ് ഈ പബ്ലിക് ഇഷ്യൂ കൊണ്ട് കളക്ട് ചെയ്യാൻ പോകുന്നത് മാത്രം ഇൻഫർമേഷൻ എൻ്റെ അകത്തുള്ളൂ. അതിനർത്ഥം പ്രൈസ് പറയാത്ത ഒരു പ്രോസ്പെക്ടസ് ആയതുകൊണ്ട് അത് ബാഹ്യമാണ്, ഇൻകംപ്ലീറ്റ് ആണ്. ഇത് സൂചിപ്പിക്കാനാണ് കുട്ടികളെ ഈ പേര് പ്രോസ്പെക്ടസിൻ്റെ കൂടെ റെഡും ഹെറിങ്ങും കൂടെ ചേർത്ത്. റെഡ് എന്ന് വെച്ചാൽ ചുവപ്പ് കളറിൽ അലർട്ട്, ഇൻകംപ്ലീറ്റിൻ്റെ മറ്റൊരു വാക്കാണ് ഹെറിംഗ്, പിന്നെ പ്രോസ്പെക്ടസ്. അങ്ങനെയാണ് ഈ പേര് RHP എന്നറിയപ്പെട്ടത്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. സെക്ഷൻ 32 ഡീൽ ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊതുവേ കുട്ടികൾ പഠിക്കാത്തൊരു ഏരിയയാണ് സെക്ഷൻ 34 35. പെനാൽറ്റിയെക്കുറിച്ച് പറയുന്ന ഏരിയയാണ്. അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്രോസ്പെക്ടസിൽ എക്സ്പേർട്സോ ഡയറക്ടേഴ്സോ ഓഫീസേഴ്സോ മിസ്സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഈ പറഞ്ഞ ജനങ്ങൾക്ക്, ഇൻവെസ്റ്റേഴ്സിന്, പ്രോസ്പെക്റ്റ് ഇൻവെസ്റ്റേഴ്സിന് ബാധിക്കാനുള്ള റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് സെക്ഷൻ 34 35 വച്ചിരിക്കുന്നത്. 34 ക്രിമിനൽ ലയബിലിറ്റി ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്ടസും 35 സിവിൽ ലയബിലിറ്റിയെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്ടസ് കമ്പാരിറ്റീവ്ലി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലും പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. 34 35 നല്ല നിങ്ങൾ നോക്കി വയ്ക്കുക. 39 അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, എഫക്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, ഇറഗുലർ അലോട്ട്മെൻറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെക്ഷൻ 39 ഡീൽ ചെയ്യുന്നത്. അതും കൂടെ നല്ല നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. 41 GDR ആണ്, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസീപ്റ്റ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുന്ന് വിദേശങ്ങൾ അല്ലെ ഇൻ്റർനാഷണൽ ലെവലിൽ ഷെയർ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് റിസീപ്റ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് അമേരിക്ക ഒഴികെയുള്ള കൺട്രിയിൽ ചെയ്യുമ്പോൾ GDR ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസീപ്റ്റും, അമേരിക്കയിൽ ചെയ്യുമ്പോൾ അമേരിക്കൻ ഡെപ്പോസിറ്റ് റിസിപ്റ്റ് ADR എന്നും, ഇന്ത്യയിൽ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഡെപ്പോസിറ്റ് റിസിപ്റ്റ് IDR എന്നുമാണ് തിരിച്ചിരിക്കുന്നത്. ഇത് തിയോറിറ്റിക്കൽ വെർഷൻ ഞാൻ പറഞ്ഞുള്ളൂ, എങ്കിലും സെക്ഷൻ 41 നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ ചാപ്റ്ററിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് സെക്ഷൻ 23 ആണ്. പബ്ലിക് ഓഫറിൻ്റെ സോഴ്സസ് പറയുന്നു. ഇനി ഇപ്പോൾ പറയാൻ പോകുന്നത് സെക്ഷൻ 42 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നിങ്ങൾക്കറിയാം, 200 പേര് അല്ലെങ്കിൽ ഓൾറെഡി തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നവരെ ലിസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചാൽ അവർക്ക് മാത്രമേ ഈ പബ്ലിക് ഇഷ്യൂ എന്ന് പറയാൻ പാടില്ല അല്ലേ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അറിയിച്ചുകൊണ്ട്, അതായത് ഓൾറെഡി തന്നെ പ്രൊസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തി അവർക്ക് മാത്രമേ ഈ ഇഷ്യൂവിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ കാലത്ത് ഒത്തിരി കമ്പനികൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ ഓഗ്മെൻറ്റ് ചെയ്യുന്ന സോഴ്സായിട്ട്. അതുകൊണ്ട് കുട്ടികളെ സെക്ഷൻ 42 വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ സെക്ഷൻസ് അറൗണ്ട് 9 സെക്ഷൻസ് പ്രോസ്പെക്ടസ് ചാപ്റ്ററിൽ തറവായിട്ട് പഠിച്ചിരിക്കണം. ഇനിയുണ്ട് കേട്ടോ, പക്ഷേ എങ്കിലും തറവായിട്ട് പഠിക്കേണ്ടത് 9-10 സെക്ഷൻസാണ്. ആ സെക്ഷൻസ് എന്താണ് സാർ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, കുറിച്ച് വയ്ക്കാം. 23 പബ്ലിക് ഓഫർ അല്ലേ, പിന്നെ 26 കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ്, 31 ഷെൽഫ് പ്രോസ്പെക്ടസ്, 32 RHP, 34 35 ലയബിലിറ്റി. ഒന്ന് ക്രിമിനൽ ലയബിലിറ്റിയും സിവിൽ ലയബിലിറ്റിയും. എന്തിൻ്റെ ലയബിലിറ്റിയാണ്? മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രോസ്പെക്ടസിൽ പറഞ്ഞാൽ ഉള്ള ലയബിലിറ്റിയാണ്. 39 അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, 41 GDR. അവസാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് സെക്ഷൻ 42. എന്താണ് 42 ഡീൽ ചെയ്യുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്.
ഈ അറൗണ്ട് 9-10 സെക്ഷൻസ് നിലയിൽ മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് ചാപ്റ്ററിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. 4ാമത്തെ ചാപ്റ്ററാണ് SCD, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ്. കമ്പാരിറ്റീവ്ലി വളരെ ഇമ്പോർട്ടൻറ്റും ഒരുപക്ഷെ കമ്പനിയിൽ വല്ല ബേസിക്സ് നല്ലതിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കൂടെ ഇൻകോർപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ചാപ്റ്ററും കൂടെ നല്ലതിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ടോട്ടൽ കമ്പനികളുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു പറയുള്ളൂ. മൂലധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ക്യാപിറ്റലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി ഏതൊക്കെ സോഴ്സ്, എങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യാം എന്നപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലാണ്. SCD ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി കുറച്ച് വോളിയം കൂടുതലുള്ള ചാപ്റ്ററാണ്. കുറച്ചുകൂടി നമ്പർ ഓഫ് സെക്ഷൻസ് കൂടുതലാണ് പഠിക്കാൻ. അറൗണ്ട് ടെൻറ്റേറ്റീവ്ലി 20 സെക്ഷൻ വരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടി വരും. കമ്പാരിറ്റീവ്ലി വോളിയം കൂടുതലുള്ള ചാപ്റ്ററാണെന്ന് സാർ പറഞ്ഞു കഴിഞ്ഞു. ഈ ചാപ്റ്ററിൻ്റെ സെക്ഷൻ്റെ റേഞ്ച് 43 മുതൽ 70 വരെയാണ്. ഷെയർ ക്യാപിറ്റൽ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളെ 43 മുതൽ 70 വരെയാണ്. പ്ലസ് ഒരു സെക്ഷൻ കൂടെ 71, അത് ഡിബഞ്ചർ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ 43 മുതൽ 71 എന്ന് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. കൈൻഡ്സ് ഓഫ് ഷെയർസ് പറയുന്നതാണ് സെക്ഷൻ 43. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് വിത്ത് VR വോട്ടിംഗ് റൈറ്റ്സ്, ഇക്വിറ്റി ഷെയർസ് വിത്ത് DVR ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. അതൊക്കെ പറയുന്നത് സെക്ഷൻ 43-ലാണ്. 44 നാച്ചർ ഓഫ് ഷെയർസ്, മൂവബിൾ പ്രോപ്പർട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് 44. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും. 46 ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആര് സൈൻ ചെയ്യണം, അത് എപ്പോൾ ഇഷ്യൂ ചെയ്യണം, എത്ര ദിവസത്തിനകത്ത് ഡ്യൂ ഡേറ്റ് ആണ്, ഒറിജിനൽ ഇഷ്യൂവിലും ട്രാൻസ്ഫർ വരുമ്പോഴും ഷെയർ സർട്ടിഫിക്കറ്റ് എപ്പോൾ ഇഷ്യൂ ചെയ്യണം, അത് ഡിമാറ്റിൽ ഇഷ്യൂ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ സെക്ഷൻ 46-ലാണ് ഡീൽ ചെയ്യുന്നത്. വോട്ടിംഗ് റൈറ്റ്സ് ആണ് സെക്ഷൻ 47. VR അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വോട്ടിംഗ് റൈറ്റ്സ് പ്രത്യേകിച്ച് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിൻ്റെ വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ചൊക്കെ നിലയിലൊന്ന് നോക്കിയിരിക്കുക. 47. 48 വോട്ടിംഗ് റൈറ്റ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ സഹോദര സെക്ഷനാണ് 48. വോട്ടിംഗ് റൈറ്റ്സ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രത്യേകിച്ച് ക്ലാസ് റൈറ്റ്സ് എങ്ങനെ വേരി ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് എങ്ങനെ വേരി ചെയ്യുന്നു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് എങ്ങനെ വേരി ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവിടുത്തെ ഏരിയകളൊക്കെ നിശ്ചയമായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. നിലയിൽ നോക്കി വയ്ക്കുക. 47-ഉം 48-ഉം. 52-ഉം 53-ഉം സിസ്റ്റർ പ്രൊവിഷൻസ് ആണ്. 52 എന്ന് പറയുന്നത് പ്രീമിയത്തിൻ്റെ ഷെയർ അല്ലെങ്കിൽ ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ പ്രീമിയം എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. 52. തൊട്ടടുത്ത സെക്ഷൻ 53 ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെക്കുറിച്ച്. ഈ സെക്ഷനിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം വരും. 52-ഉം 53-ഉം മറക്കരുത്. 52 യൂട്ടിലൈസേഷൻ ഓഫ് ഷെയർ പ്രീമിയം ആൻഡ് തൊട്ടടുത്ത് വരുന്ന സെക്ഷൻ 53 വന്നിട്ട് ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ റെസ്ട്രിക്ഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ റെസ്ട്രിക്ഷൻസ് പറയുന്നതാണ് 53. അടുത്ത കുട്ടികളെ 54-ആണ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഒരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. കമ്പനിക്ക് വേണ്ടി വേർപ്പൊഴുക്കുന്നവർക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഷെയറാണ് സ്വെറ്റ് ഇക്വിറ്റി. വേർപ്പൊഴുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. കമ്പനിയുടെ ഡയറക്ടേഴ്സോ ഓഫീസേഴ്സോ എംപ്ലോയീസോ കമ്പനിക്ക് വേണ്ടി നോഹോവോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സോ വാല്യൂ അഡീഷനോ തരുമ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നതിന് പകരം ഷെയർ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന പ്രക്രിയയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഷെയർസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 54. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് TT യെക്കുറിച്ചാണ്. TT എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ആണ്. 56 മുതൽ 59 വരെ TT യെക്കുറിച്ചുള്ള പ്രൊവിഷൻസ് ആണ്. പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് സമ്മതിക്കുന്നു, പക്ഷേ എങ്കിലും ട്രാൻസ്മിഷൻ നിലയിലൊന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. 61 തൊട്ട് 68 വരെ ഡീൽ ചെയ്യുന്നത് ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. കമ്പാരിറ്റീവ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. 61 മുതൽ 68. ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയാം. പല ടൈപ്പ് ഓഫ് ആൾട്രേഷൻ, പല ടൈപ്പ് ഓഫ് എങ്ങനെയാണ് ഷെയർ ക്യാപിറ്റൽ ആൾട്ടർ ചെയ്യുന്നത്, എസ്പെഷ്യലി ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെ 62 ഫർദർ ഇഷ്യൂ, സ്വാഭാവികമായിട്ടും റൈറ്റ്സ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. 62 ഡീൽ ചെയ്യുന്ന നമ്പർ പറയുമ്പോൾ ശ്രദ്ധിച്ചു വേണേ, ഒന്നുകൂടി ഒന്ന് പോസ് ചെയ്ത് കേട്ടാൽ മതി. കാരണം ഞാൻ എല്ലാ സെക്ഷൻസും ഒത്തിച്ച് പറയുന്നതുകൊണ്ടാണ്. സൂക്ഷിച്ച് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ അടിച്ച് സെർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കൺഫേം ചെയ്തെടുക്കാൻ അല്ലേ. എങ്കിലും ഒന്നുകൂടി പറയാം. 62 സർപ്പം പറയുന്നത് ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർസ്, റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയും. 63 ബോണസ് ഇഷ്യൂ, കമ്പാരിറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ കമ്പനീസ് ആണെങ്കിൽ ബോണസ് ഇഷ്യൂന് എക്സ്പ്രസ് ആയിട്ട് പ്രൊവിഷനില്ലായിരുന്നു. പുതിയ കമ്പനീസ് ആയിട്ട് 2013 ബോണസ് ഇഷ്യൂന് പ്രത്യേകമായിട്ട് സെക്ഷനുണ്ട്. സെക്ഷൻ 63. 66 പ്രാക്ടിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാതെ പഠിക്കുക. 66. 68 മുതൽ 70 കമ്പാരിറ്റീവ്ലി കുട്ടികൾ നല്ലയിൽ പഠിക്കുന്ന ഒരു ഏരിയയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് BB. 68 മുതൽ 70 3 സെക്ഷനും, അല്ലെങ്കിൽ അതിലുള്ള 68, 69, 70 മൂന്നും നല്ലയിൽ പഠിക്കുക. എസ്പെഷ്യലി പഠിക്കേണ്ട ഒരു ഏരിയ ആണ് അല്ലേ, നമ്മുടെ റിഡംഷൻ റിസർവിലോട്ട് മാറ്റുന്ന ഏരിയ. പ്രൊഹിബിഷൻ വളരെ മടി, എപ്പോൾ ബൈബാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. നല്ലയിൽ പഠിക്കുക. ട്രിക്കി ക്വസ്റ്റൻസ് അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബൈബാക്കിൽ പഠിക്കുമ്പോൾ ലിമിറ്റ് നല്ലയിൽ പഠിക്കുക. ആർട്ടിക്കിൾസ് ഓഫ് അൾട്ടറേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക്, പിന്നെ ഫർദർ ബൈബാക്ക് ചെയ്ത കമ്പനി എത്ര ദിവസത്തിനകത്തിന് ഫർദർ ബൈബാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ബന്ധപ്പെട്ടുള്ള ട്രിക്കി കാര്യങ്ങൾ നിലയിൽ നോക്കുക. എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊഹിബിഷൻ ഓഫ് ബൈബാക്ക് ആണ്, മറക്കരുത്. സെക്ഷൻ
68 മുതൽ 70. അവസാനം 71 ഡിബഞ്ചറിൽ ഏറ്റവും കൂടുതൽ പഠിക്കുമ്പോൾ ഡിബഞ്ചർ ട്രസ്റ്റീസിനെ കുറിച്ചും ഡിബഞ്ചർ റിഡംഷൻ റിസർവിനെ കുറിച്ചും കുറച്ചുകൂടി നല്ലതിൽ എടുത്ത് പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ അറൗണ്ട് 20 സെക്ഷൻസ് പഠിക്കാനുണ്ട്. കമ്പാരിറ്റീവ്ലി വോളിയം കൂടുതലുള്ള സെക്ഷൻ നമ്പേഴ്സാണ്, വിചാരിച്ചാൽ പറ്റും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വിടാം ഏതൊക്കെ സെക്ഷനുകൾ ഒന്നുകൂടി. 43, 44, 46, 47, 48, 49, 52, 53, 54, പിന്നെ 56 മുതൽ 59 TT ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്, 62, 63, 66 അതിൽ പ്രത്യേകിച്ച് ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർസും അതുപോലെ തന്നെ ബോണസ് ഇഷ്യൂ നല്ല നോക്കുക. പിന്നെ ബൈബാക്കിൻ്റെ ബ്രാക്കറ്റ് മറക്കരുത്. 68 മുതൽ 70 അതിൽ 3 സെക്ഷനും തറവായിട്ട് പഠിക്കണം. എസ്പെഷ്യലി പ്രൊഹിബിഷൻ ഓഫ് ബൈബാക്ക് നല്ല നോക്കി വയ്ക്കുക. അവസാനം ഡിബഞ്ചർ പഠിക്കുമ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്റ്റിയെക്കുറിച്ചും ട്രസ്റ്റീസിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ചും ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റുന്നതിനെക്കുറിച്ചും പ്രത്യേകം എടുത്ത് പഠിക്കാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ അറൗണ്ട് 20 സെക്ഷനുണ്ട്. ക്വാണ്ടിറ്റി കൂടുതലാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള അസറ്റ് ഉണ്ടാവും. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന ഏരിയയാണ് SCD ചാപ്റ്റർ എന്ന് മറക്കരുത് അല്ലേ. താങ്ക് യു.